നമസ്കാരം. മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയ്ക്കെതിരെ ഭാര്യ സംഗീത നൽകിയ വിവാഹമോചന ഹർജിയാണ് ഇപ്പോൾ തമിഴകത്തെ പ്രധാന ചർച്ചാ വിഷയം. 2021 മുതൽ തമിഴ് സിനിമാ ലോകത്തെ പ്രമുഖ നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സംഗീത ഹർജി നൽകിയിരിക്കുന്നത്. 27 വർഷങ്ങൾക്ക് മുൻപാണ് സംഗീതയും വിജയും ചെന്നൈയിൽ വെച്ച് വിവാഹിതരായത്. നടൻ വിജയും പേര് പരാമർശിക്കാത്ത നടിയുമായി വിവാഹേതര ബന്ധം ഉണ്ടെന്ന കാര്യമാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് സംഗീത മുന്നോട്ടുവെച്ച കാരണം. വിവാഹബന്ധം അവസാനിപ്പിക്കാനുള്ള ഭാര്യ സംഗീതയുടെ തീരുമാനം നടന്റെ വ്യക്തി ജീവിതത്തിനും രാഷ്ട്രീയ ജീവിതത്തിനും കടുത്ത തിരിച്ചടിയായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വിജയ്ക്കെതിരെ ഉയർന്നു വരുന്നത്. ഇപ്പോഴിതാ വിജയുടെ ഒപ്പമുള്ളവർ ചെയ്യുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് നടന്റെ പിതാവ് എസ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. കുറച്ചാളുകൾ ചേർന്ന് ഒരു ട്വിറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ വിജയും ഉണ്ട്. വിജയ്ക്ക് പുറത്ത് നടക്കുന്നതൊന്നും അറിയില്ല. ഒരു ഇരുമ്പ് കൂട്ടിനുള്ളിലാണ് ഇവർ വാർത്തയുണ്ടാക്കുന്നു. ഉദാഹരണമായി എന്നെ എടുത്താൽ, വിജയുടെ അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് വിജയെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്ന് പോസ്റ്റ് ഉണ്ടാക്കും. ഇല്ലാത്ത കാര്യം അവർ ഉണ്ടാക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ഷെയർ ചെയ്യിക്കുന്നു. വിജയ് ഇത് കാണും. അങ്ങനെ കള്ളം സത്യമായി മാറുമെന്നും എസ് ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു കാലത്ത് അച്ഛനായിരുന്നു വിജയ്ക്കെല്ലാം. നായകന് വേണ്ട സ്ക്രീൻ പ്രസൻസോ അഭിനയ മികവോ ഇല്ലെന്ന് പറഞ്ഞ് പല ഫിലിം മേക്കേഴ്സും വിജയെ തുടക്കകാലത്ത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അവഗണനകളും പരിഹാസവും വിജയെ അക്കാലത്ത് ബാധിച്ചു. എന്നാൽ മകനെ വെച്ച് എസ് ചന്ദ്രശേഖർ സിനിമകൾ ചെയ്തു. എസ് ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത നാളെ തീർപ്പ് എന്ന സിനിമയിലാണ് വിജയ് ആദ്യം നായകനായി അഭിനയിക്കുന്നത്. അന്ന് 18 വയസ്സാണ് വിജയുടെ പ്രായം. മറ്റ് ഫിലിം മേക്കേഴ്സുമായി സംസാരിച്ച് വിജയ്ക്ക് അവസരങ്ങൾ നൽകി. 90കളുടെ അവസാനത്തിലാണ് വിജയ്ക്ക് വലിയ വിജയം നേടിയ സിനിമകൾ ലഭിക്കുന്നത്. 2000ത്തിന്റെ തുടക്ക വർഷങ്ങളിൽ വിജയ് സൂപ്പർ താരമായി വളർന്നു. ഇതോടെ അച്ഛന് വിജയിലുള്ള സ്വാധീനം കുറഞ്ഞു. വിജയ്ക്ക് ചുറ്റും അനുയായികളും ഉണ്ടായി. അച്ഛനെ പോലും ഇവർ വിജയിൽ നിന്നും അകറ്റി നിർത്തിയെന്നും വാദമുണ്ട്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നും പിതാവ് ആഗ്രഹിച്ചിരുന്നു. വിജയുടെ പേരിൽ 2017 എസ് ചന്ദ്രശേഖർ പാർട്ടി രൂപീകരിച്ചു. എന്നാൽ വിജയ് പിതാവിനെതിരെ അന്ന് കേസ് കൊടുത്തു. ഇന്ന് സ്വന്തമായി പാർട്ടി രൂപീകരിച്ച വിജയ് പക്ഷെ പിതാവിനെ ഇതിൽ നിന്നെല്ലാം അകറ്റി നിർത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. വിജയും അനുയായികളുമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നിയംഗത്തിന് ഒരുങ്ങുകയാണ് വിജയുടെ TVK പാർട്ടി. ഇതിനിടെ ഭാര്യ സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ നൽകി. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് വിവാഹമോചന ഹർജി നൽകിയിരിക്കുന്നത്. വിജയുടെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ ഇടിവുണ്ടാക്കിയ സംഭവമാണിത്. തന്നെ പൂർണ്ണമായും വിജയ് അവഗണിച്ചെന്നും നടിയോടൊപ്പം വിദേശയാത്രകൾ നടത്തിയെന്നും സംഗീത ആരോപിക്കുന്നു. വിവാദങ്ങൾക്കിടെ തൃഷയുടെയും വിജയുടെയും പഴയ ഒരു അഭിമുഖത്തിലെ ചില ഭാഗങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും തൃഷ ഇന്ത്യ ഗ്ലിറ്റ്സിനോട് പറഞ്ഞ വാക്കുകളും ചർച്ചയാവുകയാണ്. ഞാൻ വിവാഹമോചനത്തിൽ വിശ്വസിക്കുന്നില്ല. വിവാഹത്തിന് മുൻപ് ഞാൻ 100 തവണ ചിന്തിക്കും. മറ്റൊരാളെ വേദനിപ്പിക്കാനോ അസന്തുഷ്ടമായ ജീവിതം നയിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിജയ് കാലങ്ങൾക്ക് ശേഷം സ്കൂൾ ഫ്രണ്ടിനെ കാണുന്നത് പോലെ ആയിരുന്നു. അതേ കംഫർട്ടും സ്നേഹവും സൗഹൃദവും. എന്റെ 20 വർഷത്തെ കരിയറിൽ ഏറ്റവും ദൈർഘ്യമേറിയ യാത്ര വിജയ്ക്കൊപ്പമായിരുന്നു. വീടെന്നാൽ ഒരിടമല്ലെന്നും ഒരു വ്യക്തിയാണെന്നുമാണ് പറയപ്പെടുന്നത് എന്നാണ് തൃഷ പറഞ്ഞത്. അതേസമയം വിജയ് തൃഷയെക്കുറിച്ച് പറഞ്ഞ കാര്യവും ചർച്ചയായിരുന്നു. ഒരു 20കാരി നായികയാകുന്നത് വലിയ കാര്യമല്ല. എന്നാൽ ഒരു പെൺകുട്ടി 20 വർഷമായി നായികാസ്ഥാനം നിലനിർത്തുന്നത് ചെറിയ കാര്യമല്ല. അതും അതേ ഊർജ്ജത്തോടെയും സൗന്ദര്യത്തോടെയും എന്നാണ് വിജയ് തൃഷയെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാവരും കൈവീശുക സാധാരണ ആളുകളെ പോലെയാണ്. പക്ഷേ അവൾ കൈവീശുക രാജകുമാരിയെ പോലെയാണ്. നിങ്ങളെല്ലാം അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാണ് വിജയ് തൃഷയെക്കുറിച്ച് പറഞ്ഞത്. നടി തൃഷ കൃഷ്ണനുമായുള്ള പ്രണയഗോസിപ്പുകൾക്കുമിടയിലും ദളപതി വിജയ് മുംബൈയിൽ എത്തിയത് വൈറലായിരുന്നു. ചലച്ചിത്ര സംവിധായകൻ ആറ്റ്ലിയുടെ ഭാര്യ പ്രിയയുടെ വീട്ടിൽ നടന്ന ബേബി ഷവറിൽ പങ്കെടുക്കാൻ വിജയ് എത്തിച്ചേർന്നിരുന്നു. ആറ്റ്ലിയെയും പ്രിയയെയും കണ്ടതിനു ശേഷം ദളപതി വിജയ് അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നതും കാണാമായിരുന്നു. താടി വളർത്തി കറുത്ത ഷർട്ട് ധരിച്ച ലുക്കിലായിരുന്നു നടൻ. വിജയ്, മാനേജർ എന്നിവർ പരിപാടിയിൽ നിന്നും പുറത്തുപോയ സമയം പുറത്ത് തടിച്ചുകൂടിയ ആരാധകർ, ഫോളോവേഴ്സ്, ഫോട്ടോഗ്രാഫർ എന്നിവരെ കണ്ട് കുറച്ചുനേരം അവിടെ നിന്നു. 27 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം സംഗീത സ്വർണലിംഗം വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയെന്ന അഭ്യൂഹങ്ങൾ വിജയ് വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവാക്കി.
നടനെതിരെ പരസ്ത്രീ ബന്ധം ആരോപിച്ച അവർ നടൻ ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ചുവെന്നും ആരോപിച്ചു. ആരോപണങ്ങൾ ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടില്ലെങ്കിലും ഗണ്യമായ ജീവനാംശം നൽകി വിജയ് വിവാഹമോചനം പരിഹരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വിവാഹമോചന വാർത്തയ്ക്കിടെ ഒരു വിവാഹ ചടങ്ങിൽ വിജയും തൃഷയും ഒരുമിച്ച് കാണപ്പെട്ടിരുന്നു. അവർ ഒരുമിച്ച് എത്തിയതും ഒരേ നിറത്തിലെ വസ്ത്രം ധരിച്ചതുമായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഡേറ്റിംഗ് കിംവദന്തികളോട് ഇരുവരും പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇരുവരും വിവാഹിതരാകുമെന്ന സൂചന ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇപ്പോഴും വെറും അനുമാനം മാത്രമാണ്. പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം വിമാനത്താവളത്തിൽ വെച്ച് തൃഷയുടെ കാര്യം തിരക്കിയെങ്കിലും അവർ മൗനം പാലിക്കുകയായിരുന്നു. എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ എന്ന സിനിമയുടെ റിലീസ് കാത്തിരിക്കുകയാണ് വിജയ് ഇപ്പോൾ. ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, മമിത ബൈജു, പ്രിയാമണി എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. CBFC സർട്ടിഫിക്കേഷൻ തീർപ്പാക്കാത്തതിനാൽ ചിത്രത്തിന്റെ റിലീസ് തീയതി ഇനിയും തീരുമാനിച്ചിട്ടില്ല. അതേസമയം നടൻ വിജയ് പെരമ്പൂരിൽ നിന്ന് ജനവിധി തേടുന്നതിനെക്കുറിച്ച് നടനും മക്കൾ നിധി മയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DMK സംഖ്യവുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് പെരമ്പൂരിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകർ കമൽഹാസനോട് ചോദിച്ച ചോദ്യം. ഞാൻ എന്തിന് അതൊക്കെ ശ്രദ്ധിക്കണം? എനിക്ക് വേറെ എന്തെല്ലാം ജോലികൾ ചെയ്യാനുണ്ട്, കമൽഹാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ഷൂട്ടിംഗ് ആരംഭിക്കൂ, എനിക്ക് രാഷ്ട്രീയപരമായ ജോലികൾ ഉണ്ട്, പിന്നെ സിനിമയിലും അഭിനയിക്കണം, കമൽഹാസൻ കൂട്ടിച്ചേർത്തിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുച്ചേരിയിലെ 30 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി ഘടകം രംഗത്തെത്തി. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ പരീക്ഷണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് പുതുച്ചേരിയിൽ മുഴുവൻ സീറ്റുകളിലും TVK തനിച്ച് മത്സരിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി വിപുലീകരണ ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയവും പുരോഗമിക്കുന്നതിനിടെയാണ് പുതുച്ചേരിയിലെ പ്രഖ്യാപനം. 2021 നടന്ന തെരഞ്ഞെടുപ്പുകളിൽ AINRC 16 സീറ്റുകളിൽ മത്സരിക്കുകയും 10 വിജയിക്കുകയും ചെയ്തിരുന്നു. 9 സീറ്റുകളിൽ മത്സരിച്ച BJP 6 സീറ്റുകൾ നേടി. AIADMK മത്സരിച്ച 5 സീറ്റുകളിൽ ഒന്നുപോലും നേടാൻ കഴിഞ്ഞില്ല. DMKയും കോൺഗ്രസും 6 സീറ്റുകൾ വീതം നേടിയിരുന്നു. ഏപ്രിൽ 9 പുതുച്ചേരിയിലെ 30 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം, അസം എന്നിവിടങ്ങളിലെ ഫലപ്രഖ്യാപനത്തോടൊപ്പം മെയ് 4 ഫലം പ്രഖ്യാപിക്കും. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.